വീഡിയോ. അപ്പോൾ അതിൽ നിങ്ങൾ സഫർ ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത് കണ്ട സമയത്ത് വീഡിയോസ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പം ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ഇതാണ് ഇതിന്റെ തെളിവ്. ഇവള് ഒളിച്ചോടി പോയതാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ തെളിവുകളും അതിന്റെ ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും പ്രകാരമാണ് ഞാൻ. എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് ബാലുശ്ശേരിയിൽ പ്രവാസിയായ തന്റെ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയ ഷഹല എന്ന് പറയുന്ന ഒരുത്തി. ഓക്കെ, 10-29 വയസ്സായി. കുടുംബജീവിതമൊക്കെ ജീവിച്ച് മാന്യമായിട്ട് ജീവിക്കാൻ വയ്യാണ്ട് കുടുംബത്തിനും ചീത്തപ്പേരുണ്ടാക്കി ആ കൊച്ചിൻ്റെ ഭാവിയും കളഞ്ഞ് കണ്ടവൻ്റെ അവിടെ ഒളിച്ചോടിപ്പോയി. ഇനി ഒളിച്ചോടിപ്പോയവനാ അവൻ കണ്ട കഞ്ചാവും മറ്റതൊക്കെ വലിച്ചു കയറ്റുന്നവനും സ്വന്തമായിട്ട് ഭാര്യയും 3 മക്കളും ഉള്ളവൻ. അങ്ങനത്തെ ഒരു കഴിപ്പണം കെട്ടവൻ്റെ കൂടെയാണ് ഇവൾ ഒളിച്ചോടിപ്പോയത്. അതിനേക്കാളും വലിയ കോമഡി. അപ്പോൾ റീസെൻ്റായിട്ട് ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, അവളുടെ കസിനായിട്ട് ബന്ധപ്പെട്ട് വരും, ഫ്രണ്ടും കസിനും ഒക്കെ ആയിട്ട് ഉള്ള ഒരു പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഷഹലയുമായി ബന്ധപ്പെട്ടിട്ട്. നമുക്ക് എന്തായാലും അതൊന്ന് ആദ്യം കേട്ടു നോക്കാം. എന്നിട്ട് നമുക്കൊരു CCTV ഫുട്ടേജ് റിവ്യൂ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഇതൊന്ന് കാണാം. ഹലോ, ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടില്ല ഇന്ന് രാവിലെ. നിങ്ങൾ ഷഹലാക്ഷറിനെ കുറിച്ച് ചെയ്തൊരു വീഡിയോ. അപ്പോൾ അതിൽ നിങ്ങൾ സഫർ ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത് കണ്ട സമയത്ത് എനിക്ക് നിങ്ങളോട് ഇത് പറയണം തോന്നി. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ അറിഞ്ഞ വ്യക്തിയാണ്, ഞാനവളെ ഒരു ഫ്രണ്ടാണ്, ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ പറയാം. കാരണം നമ്മൾ ഇങ്ങനെ ഓരോ തവണ സംസാരിക്കുന്ന സമയത്ത് ഓൾ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് അവൾ അനുഭവിച്ച ഒരു കുട്ടി തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അവൾ ചെയ്തത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. 100% ചെയ്തത് തെറ്റാണ്. പക്ഷേ എന്നാലും ഒരുപാട് അനുഭവിച്ച കുട്ടി. ഇപ്പം ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ട് പ്രവാസിയുടെ ഭാര്യ കുറേ സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവനെ പറ്റിച്ച് പോയി എന്നൊക്കെ. പക്ഷെ ആ സുഖങ്ങളൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വോയിസ് ഇടുമ്പോൾ നമ്മൾ ഒരിക്കലും കരുതരുത് കേട്ടോ ഞാൻ അവളെ അനുകൂലിക്കുന്ന ഒരാളാണെന്ന്. ഞാൻ ഇപ്പോഴും ഞാൻ ഒരേ സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അവൾ ചെയ്തത് 100% ഇതല്ല അവൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി വീട്ടിലേക്ക് തിരിച്ചു പോകാനോ വീട്ടുകാരോട് പറയാനോ ഒക്കെ ചെയ്യാനോ. പക്ഷെ മുന്നൊരിക്കൽ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവൾ വീട്ടിൽ പറഞ്ഞ് പിന്നെ എല്ലാം പ്രയാസങ്ങളും മാറുന്നുള്ള രീതിയിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് അവൾ തിരിച്ചു പോയത് എന്നുള്ളത് അവൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു മാറി നിൽക്കുന്ന പ്രകൃതി അതിനോട് എല്ലാത്തിനും. കാരണം ഈവൻ ഇപ്പോൾ നമ്മളെവിടെയും പോവുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് പറയില്ല ഞാനിങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും മാറി നിൽക്കുന്നു. മുന്നൊന്നും ഒരു 3 വർഷം മുന്നൊന്നും നമ്മൾ അവളെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റിയില്ല. കാരണം ആ സമയത്ത് ഒരു മൊബൈൽ ഫോൺ വരെ ഇല്ലാത്തൊരു ഇതായിരുന്നു. അപ്പം പറയില്ല നമ്മളോട് മൊബൈൽ ഇല്ലായിട്ടാണെന്ന്. പിന്നെ ഒരിക്കലും ഞാനിങ്ങനെ അങ്ങനെ ചോദിച്ച സമയത്ത് അന്ന് എനിക്ക് മൊബൈൽ ഇല്ലായിരുന്നു, അത് കംപ്ലൈൻ്റ് ആയിപ്പോയി, ഇപ്പോഴാണ് എനിക്ക് മൊബൈൽ കിട്ടിയത്. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ ഇത്രയും കാലമായിട്ട് ഈ ഒരു മൊബൈൽ വാങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതൊക്കെ വലിയൊരു സ്റ്റോറിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങളിപ്പോൾ ഇതിൽ GPay വരാനില്ല എന്നുള്ള പറഞ്ഞ കാര്യം, ഞാൻ ഒരു ദിവസം ഒരു സ്കാനർ ഇന്ത്യയിലേക്ക് ഇട്ട് പറഞ്ഞ് ഇതൊന്ന് പേ ചെയ്യോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എനിക്ക് ഞാൻ എൻ്റെ ഇടാം, അപ്പോൾ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ബാലൻസ് ഉണ്ടാവണമെന്നില്ലല്ലോ. അന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ചെയ്യാമെങ്കിൽ ചെയ്തോ, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു അതെല്ലാം എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്, എൻ്റെ ഉണ്ടെങ്കിൽ ചെയ്യില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൊണ്ട് ഇടിയിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, ഞാൻ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് ആ പൈസ ഞാൻ ചെയ്തും കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ എനിക്ക് GPay ഇല്ല എന്നുള്ള ചോദിച്ച സമയത്ത് പറഞ്ഞില്ല, അത് ഞാനിതുവരെ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവളറിയുന്ന ഒരാളോട് ചോദിച്ചു അവളുടെ ലൈഫ് എങ്ങനെയാണെന്ന്. ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്ത് ഞാൻ ചോദിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു പാവം കുട്ടിയാണ്, നല്ലൊരു കുടുംബിനിയാന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു പിന്നെന്തായിരിക്കും ഇവള് മറക്കുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ ആലോചിച്ച് ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്യുന്ന സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു ഇവിടെ ഉമ്മക്ക് ചെറിയ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്,
അപ്പോൾ അത് ഞാൻ നോക്കണം. പിന്നെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ ജോലിയാണ്, പിന്നെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ മുന്നിൽ അപ്പായെ കല്യാണം കഴിച്ച വീട്ടിൽ ബാക്കൊക്കെ പൊളിച്ച രീതിയിലാണ്. ഞാനിപ്പോൾ മുന്നിൽക്കൊരു ഷീറ്റ് ഇട്ടിട്ട് അവിടെയാണ് ഞാൻ നിൽക്കാറ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് അവളെ വോയിസ് എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായിപ്പോയി. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് അത് ഞാൻ നോക്കി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൂഫാക്കിയിട്ട് നിങ്ങളിപ്പോൾ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്ന എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ ഒരു പ്രൂഫാക്കിയിട്ട് ഞാൻ എൻ്റെ ഫോൺ മാറിയ സമയത്ത് ആ വോയിസ് ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളതുപോലെ ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്താണ് ഞാൻ അവളോട് ഒന്നുകൂടെ സംസാരിച്ചു തുടങ്ങിയത്. കാരണം ഫോണിലൂടെ ഇപ്പോൾ എനിക്ക് ലിമിറ്റേഷൻസ്, ഞാനിവിടെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ അധികം സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റാറില്ല. എന്നാലും ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സൗണ്ട് കുറച്ചിട്ടാണ് അവൾ വോയിസ് ഇടുക. ഞാൻ ചോദിച്ചിട്ടുണ്ടായി എന്താ ഇങ്ങനെ വോയിസ് ഇടുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞേ സിസ്റ്ററിലോ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. സിസ്റ്ററിലോ പിന്നെ അതേപോലെ മദറിലോ ഒക്കെ അടുത്തുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവൂലേ എന്നുള്ള, വോയിസ് ക്ലിയർ ആവൂലേ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു, കേൾക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ. അപ്പം എന്നോട് പറഞ്ഞാൽ അതിപ്പോൾ എനിക്ക് ശീലമാണ്. ചിലപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സിസ്റ്ററിലോ അടുത്തുണ്ടാവും, അപ്പോൾ അവള് ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും. എനിക്ക് ടൈപ്പ് ചെയ്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു സിസ്റ്ററിലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, കാരണം ഞാൻ ഇപ്പോൾ അവളുടെ വീട്ടിലാന്ന് പറഞ്ഞു. സിസ്റ്ററിലോൻ്റെ വീട്ടിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ സൗണ്ട് കുറച്ചത്. കാരണം അവൾ മേ ബി ശ്രദ്ധിക്കുകയാണെങ്കിൽ മോശമല്ലേ എന്നുള്ള രീതിയിൽ ഇവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഇവിടെ എങ്ങനെ ഇവിടെ താമസിക്കാൻ പോയതാണോ? അങ്ങനെ അല്ല, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വിളിക്കൂ. അപ്പോൾ ഞാൻ ആ പണികളൊക്കെ ചെയ്യും. ചെയ്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പണിയില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞാൻ ചെയ്ത് വെച്ച് മോനെ, അവളുടെ മകനുണ്ടല്ലോ, മോനെ സ്കൂളിൽ നിന്ന് കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരൂ അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഹസ്ബൻഡ് ഒന്നും പറയില്ല എന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, അതിപ്പോൾ നമ്മൾ ആട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ അതിനൊക്കെ എന്ത് പറയാനാണെന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ മകൻ്റെ വോയിസ് ഞാൻ കേട്ടു. ഉമ്മ ആൻ്റൊക്കെ എപ്പോഴും ആൻറ്റിയാന്ന് തോന്നുന്നു, ആൻറ്റിക്ക് എപ്പോഴും ഇവിടുന്ന് പണിയെടുത്ത് കൊടുക്കും, ആൻറ്റി എപ്പോഴും ഉമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുള്ള മോനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വോയിസ് ഇടുന്ന സമയത്ത് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ നമ്മളൊരു ഫണ്ണായിട്ട് ചോദിച്ചു അതെന്തിനാ ഇനി അവർക്ക് പോയി പണിയെടുത്ത് കൊടുക്കുന്നത്? അവള് വേറെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുത്താലേ, പിന്നെ നീ അവിടെ പോയിട്ട് അവൾക്ക് പണിയെടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം പറഞ്ഞാൽ അതൊന്നും ഒന്നും നമ്മളൊന്നും പ്രതികരിക്കില്ല, അത് മിണ്ടാതെ കേട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ ഒരു ദിവസം കുറേ ഗ്യാപ്പിന് ശേഷം ഞാൻ ഒരു ദിവസം എന്തോ ഒരു സ്റ്റാറ്റസ് ഉണ്ടപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് ചോദിച്ചു എവിടെയാണെന്നൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു എന്താ വീട്ടിൽ വന്നത്? അപ്പോൾ പറഞ്ഞു ഞാൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനിനി തിരിച്ച് പോകുന്നില്ല എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് വന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യവും ഞാൻ ശ്രദ്ധിച്ചു. കാരണം തിരിച്ച് വീട്ടുകാർ പറഞ്ഞയച്ചതല്ല, മറിച്ച് ഹസ്ബൻഡ് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നൽകിയതിൻ്റെ പേരിലാണ് അവൾ തിരിച്ച് അവളുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയത്. ഒരു കാര്യത്തിന് നമ്മൾ എന്തൊരു കാര്യം പറയുകയാണെങ്കിലും ഒന്നിനും അവൾ ഇറങ്ങില്ല. കാരണം മേബി ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂ അതിപ്പോൾ എല്ലാവർക്കും വരുന്ന കാര്യമാണ്. എല്ലാ ലൈഫിലും നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. എപ്പോഴും ഇപ്പോൾ വലിയ പോണ പൈസയും കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ലല്ലോ. അതൊക്കെ സഫർ ചെയ്ത് അപ്പോൾ എന്നോട് പറഞ്ഞു വീട് പണിയാണ്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഹസ്ബൻഡിന്, അപ്പോൾ ഒന്ന് ഗൾഫിൽ പോകണോ, ഗൾഫിൽ പോയാലേ എന്തെങ്കിലും സെറ്റാവും എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഇതിനുള്ള നോക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിന് താല്പര്യമില്ല പോകാൻ. അപ്പം പിന്നെ ഞാനെങ്ങനെ പറഞ്ഞേക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ പ്രശ്നങ്ങൾ മാറാനല്ലേ എനിക്ക് ആ ഷെഡിൽ ഞാൻ പറഞ്ഞില്ലേ ആ ഷെഡിൽ നിന്ന് മാറി താമസിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു
അതെ, പക്ഷെ അത് ഞാൻ മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പൊ ഹസ്ബൻഡ് പോവുകയാണെങ്കിൽ തന്നെ ഈ വീടിന് ഇപ്പൊ നിൽക്കുന്ന ഷെഡിന് ഒരു അടിച്ചുറപ്പില്ല. അപ്പൊ എന്തെങ്കിലും ആക്കി ആ വീട്ടിലെ ഒരു റൂമെങ്കിലും വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മാറാൻ ശ്രമിക്കണം, അങ്ങനെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു സങ്കടം നയലിച്ച രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും. എപ്പോഴും എന്തിനൊക്കെ ആഗ്രഹിച്ച് എവിടെ എത്താൻ പറ്റാത്ത. പക്ഷെ ഒരിക്കലും ഒരു ഹസ്ബൻഡിന്റെ കുറ്റം അവൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല കേട്ടോ. അല്ലെ ഹസ്ബൻഡ് ചെയ്തു. ഹസ്ബൻഡ് മൊത്തത്തിലൊരു സൈലന്റ് പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളൊരു വോയിസ് എടുക്കുമ്പോൾ പോലും അല്ലെങ്കിൽ അവിടുന്ന് പോലും അങ്ങനെ പോലും ഒരു സൗണ്ട് ഞാൻ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഒന്നുമില്ല. അപ്പൊ എനിക്ക് നിങ്ങൾ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി സിസ്റ്ററിലായിരിക്കും അവളുടെ ഇഷ്യൂ എന്നുള്ളത്. കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞ വോയിസും അതേപോലെ അവിടെ പണിയെടുക്കാൻ പോയ രീതിയിലൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾ പറഞ്ഞ വോയിസുകളൊക്കെ ഞാൻ കണക്ട് ചെയ്തു. അത് ശരിയാവാന്നല്ല ശരിയാണ്. പിന്നെ അതുപോലെ എന്നോട് ഞങ്ങൾ രണ്ടുപേരെയും കോമൺ ആയിട്ട് അറിയുന്ന ഒരാളെന്നോട് പറഞ്ഞു, ഈ ശഹല ഒന്നിൽ വരില്ല, അപ്പൊ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിലൊന്നും വരില്ല, പഴയ പോലെ അല്ല, എല്ലാത്തൊന്നും മാറി നിൽക്കും, മേ ബി പിശുക്ക് കൊണ്ടാവാന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊരിക്കലും അങ്ങനെയല്ല. ഓരോരുത്തരുടെ ലൈഫിന്റെ സിറ്റുവേഷനും ഓരോ അറിയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്നതൊക്കെ അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞു എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളുടെ ലൈഫ് ഞാനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ അതൊക്കെ എന്തെങ്കിലും ഓരോ ജീവിതം ഓരോ രീതിയിലല്ലേ. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഫ്രണ്ട് അതിനെ കുറിച്ച് അന്വേഷിച്ചു, എന്താണ് ശൈലന്റെ ലൈഫ് എന്നുള്ളത്. അപ്പൊ അവളുടെ വീടിന്റെ അടുത്തുള്ള കുറച്ച് പേരോടൊക്കെ നമ്മൾ അന്വേഷിച്ചെന്ന് തോന്നുന്നത് എന്താണെന്നോ എനിക്കറിയില്ല. അപ്പൊ എന്നോട് വന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞു, നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ശൈല പഴയ രീതിയിലേ അല്ല നീ. അപ്പൊ ഞാൻ അടുത്ത് കണ്ട സമയത്ത് തന്നെ ഒരുപാട് മെലിഞ്ഞു ക്ഷീണിച്ച് ഭയങ്കര ടയേർഡായ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇപ്പൊ അടുത്തുള്ള സംഭവങ്ങളൊന്നും കേട്ടോ. ഒരു 6 മാസം 7 മാസം മുന്നേ ഒക്കെ ആയിരിക്കും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. കാരണം എൻ്റെ ഫോൺ ജസ്റ്റ് മാറിയോണ്ട്, അല്ലെങ്കിൽ ഞാൻ വോയിസ് നോട്ട് തന്നെ ഷെയർ ചെയ്യാനും ശാലൻ്റെ വോയിസ് നോട്ട് തന്നെ ഷെയർ ചെയ്യാനും പ്രയാസങ്ങളല്ല. ഓളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഒരിക്കലും കുറ്റപ്പെടുത്തലായിട്ട് ഓൾക്ക് വരെ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. അപ്പൊ നമുക്കെന്നെ ചിന്തിച്ചാൽ അറിയാലോ, ഒരു പരിപാടിക്കും വരില്ല, ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇല്ല പറയും. ഹസ്ബൻഡിന്റെ വീട്ടിലാന്ന് പറയുമ്പോൾ നമ്മളെ ചോദിക്കും എന്താ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചു പോന്നാ പോലെ പറയുമ്പോൾ അതൊന്നും ചോദിക്കില്ല എന്നുള്ള രീതിയിലുള്ള അല്ലെ, ഞാൻ ഇല്ല നോളെന്നെ സ്വയം തീരുമാനിച്ച പോലെ ആ രീതിയിൽ അങ്ങ് പറയും. അപ്പം തന്നെ കുറെ കാര്യങ്ങളായി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ സിസ്റ്ററിലോനെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങളോട് പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേങ്കിൽ സിസ്റ്ററിനോട് എനിക്കിപ്പോൾ ആസ് എ ഫ്രണ്ടായി നിൽക്കുന്ന സമയത്ത് ആസ് എ സിസ്റ്റർ എനിക്ക് പറയാം, കാരണം ഞാൻ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഒരു ഫ്രണ്ടായി നിൽക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ഫ്രണ്ടിനോട് ഇപ്പോൾ ഒരു ലിമിറ്റ് വെച്ചിട്ടല്ലേ നമുക്ക് സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ ഷെയർ ചെയ്യുള്ളൂ. അല്ലാതെ അത്ര ക്ലോസ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ആയാലല്ലേ നമുക്ക് കുറേ കാര്യങ്ങളോടും പറയാൻ പറ്റും. അപ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് ചിന്തിക്കൂല. ഓക്കെ, ഈ വോയിസിൽ പറയുന്നത് കേട്ടല്ലോ, ഷഹലയുടെ സ്വന്തം സുഹൃത്തും കസിനും ഒക്കെ ആയിട്ടൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള ഒരു സുഹൃത്തിന്റെ വോയിസാണ് നിങ്ങൾ കേട്ടത്. ഡാനി സത്യനാണ് ഇത് പുറത്തു വിട്ടിട്ടുള്ളത്. ഓക്കെ, എനിക്കിത് കേട്ടപ്പോൾ പുച്ഛമാണ് തോന്നിയത്. ഓക്കെ, അവൾ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കുന്നു, അവൾ ചെയ്യേണ്ടത് ഇതല്ലായിരുന്നു എന്നൊക്കെ ഈ പെൺകുട്ടി പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് GPay ഇല്ലായിരുന്നു. അവളുടെ പ്രശ്നങ്ങൾ അടുത്ത് മറ്റേ സഹോദരി നാത്തൂൻ ഉള്ള ആ വിഷയം, ഓക്കെ, ഇതൊക്കെ എല്ലാ വീടുകളിലും നടക്കുന്നതാണ്. ഇതൊക്കെ വിഷയമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് തുറന്നു പറയുക. ഇനി അതും ഭർത്താവ് കേട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിയമപരമായിട്ട് ഡിവോഴ്സ് വാങ്ങിപ്പോകാം. അല്ലാണ്ട് ഏതോ ഗഞ്ച അടിച്ച് കിടക്കുന്ന ഏതോ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു കഴുപ്പണം കെട്ടവൻ, ഓക്കെ, അവൻ്റെ കൂടെ ഓടിയിരിക്കുന്നു. അവന് വേറെ കുടുംബമുണ്ട്. അവിടെ അനാഥരായത് 3 മക്കളും ഒരു ഭാര്യയാണ്. ഓക്കെ, അതൊന്നും ചിന്തിക്കാണ്ടാണ് ഈ ഷഹല വേറൊരു കുടുംബവും തകർത്ത് സ്വന്തം കുടുംബം തകർത്തിട്ട് പോയത്. ഷഹലയുടെ ഹസ്ബൻഡ് പഞ്ചപാവം എന്നാണ് പറയുന്നത്. ഒരു കരണം തടിച്ച കാരണം കാണിച്ചു കൊടുക്കുന്ന ടീം എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പാവം എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ അന്വേഷിച്ചപ്പോൾ. അങ്ങനെയുള്ള ഒരുത്തനെ ചതിച്ചുകൊണ്ട് അവൾ വേറൊരുത്തൻ്റെ കൂടെ പോയിട്ട് അതിന് ന്യായീകരണം വേറെ.
ഓക്കെ. അവൾ പോയതിന് റീസൺ ഇതാണ്, അവൾക്ക് ഗൂഗിൾ പേ ഇല്ലായിരുന്നു, അവൾക്ക് കെയർ കിട്ടിയില്ല. ഓക്കെ, അവൾക്ക് നാത്തൂനാണ് അവിടെ പൈസയും കാര്യങ്ങളെല്ലാം ഇടപാടുകളെല്ലാം നോക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ വന്നപ്പോൾ ഉള്ള ഒരു വിഷയം കാരണമാണ് ഇങ്ങനെ ഒരു വിഷയമായതെന്നൊക്കെയാണ് ഉള്ള രീതിയിലാണ് പറയുന്നത്. എനിക്ക് പുച്ഛമാ തോന്നിയത്, സീരിയസ്ലി പറയല്ല, എനിക്ക് പുച്ഛമാ തോന്നിയത്. ഇത്രയും അതപ്പതിച്ചു പോയല്ലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു, അയ്യേ എന്നെനിക്ക് തോന്നിപ്പോയി. ഓക്കെ, ഈ വോയിസ് കേട്ട സമയത്ത് എന്തുവാ ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ഇനി അതൊക്കെ ഒരു പ്രശ്നമാണെങ്കിൽ അവർക്ക് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, നിയമപരമായിട്ട് വേറെ ചെയ്യാമായിരുന്നു. അല്ലാണ്ട് വന്നിട്ട് ഏതോ കണ്ട അപരാധിയിലൂടെ ഒളിച്ചോടി പോയി അവിടെയും കുടുംബം തൊലച്ച് ഇവിടെയും കുടുംബം തൊലച്ചിട്ട് ന്യായീകരണം വേറെ. ഇനി ഇവളുടെ ഒരു CCTV ഫുട്ടേജ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. അതായത് ഇവളുടെ കള്ള കാമുകനും കൂടി ഏതോ ബേക്കറി കയറി ഇന്ന് പർച്ചേസിങ് നടത്തുകയാണ്. നമുക്കൊന്ന് കാണാം. ഇവളെ ഒളിച്ചോടി പോയതാണോ, അല്ല അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ടതാണോ, അല്ലെങ്കിൽ അവള് അവിടെ എവിടെയെങ്കിലും പോയി നിന്നതാണോ, അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അലമൊളി വിളിക്കുന്ന ഒരുപാട് ഓൺലൈൻ ആങ്ങളമാരുണ്ടായിരുന്നു. അവർ ചോദിച്ചത് കാരണം പോലീസ് നീയാണോ ജഡ്ജി, നീയാണോ തീരുമാനിക്കുന്നത്, അവൾ ഒളിച്ചോടി പോയതല്ല, അവൾ ഇങ്ങനെ പോയതാണ് അങ്ങനെ പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് വന്ന ഒരുപാട് അവന്മാർക്കുള്ള മറുപടിയാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ. ഈ CC ക്യാമറയില് ഈ വ്യക്തിയോടൊപ്പം ഈ സ്ത്രീ ഒരു ബേക്കറിയാ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതും കുട്ടിക്ക് ഐസ്ക്രീം അടക്കം വാങ്ങിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പം ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ, ഇപ്പം ഇതാണ് ഇതിന്റെ തെളിവ്. ഇവള് ഒളിച്ചോടി പോയതാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ തെളിവുകളും അതിന്റെ ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും പ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് പോകുന്നതൊന്നുമല്ല. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. കാരണം ഇവര് ഒളിച്ചോടി പോകുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറിയതും അവിടുന്ന് ഭക്ഷണം, ഫുഡ് ഐറ്റംസുകളും ചോക്ലേറ്റുകളും കുട്ടിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അപ്പം ഇത് കുറെ ആൾ ചോദിക്കുന്നുണ്ട്, നീ ജഡ്ജാണോ, നീ വക്കീലാണോ, നീ പിന്നെ പോലീസാണോ എന്നുള്ളത്. പോലീസുകാർക്ക് പോലും ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് എന്തായി എന്നുള്ളത് പോലും അറിയാതെ അവർ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ഇവർ ഫോണും എല്ലാം ഉപയോഗിക്കാതെ നിന്നതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് പോലും കണ്ടെത്താൻ വേണ്ടിയിട്ട് വൈകിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ ഇതിലേക്ക് ഞാൻ പറയട്ടെ, ഏതൊരു കാര്യത്തിലും ജനങ്ങൾ പുറപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാന് മാതിരി പോലീസും ജനങ്ങളും ഒന്നിച്ചിട്ട് ഇറങ്ങിയാൽ ഇതിനെ തുടച്ചു നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊന്നും നമ്മുടെ കേരളത്തിലില്ല. മാത്രമല്ല അതുപോലെ തന്നെ ഇതിൽ ജനങ്ങൾ ഇത് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ കിട്ടിയത്. എനിക്ക് തോന്നുന്നത് ഇവർ ഹസ്ബൻഡിന് കണ്ടല്ലോ കേട്ടല്ലോ. ഇനി ഞാൻ ഇതൊന്ന് റിവ്യൂ ചെയ്യാം. അതായത് നമുക്ക് CCTV ദൃശ്യങ്ങളെ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. അപ്പൊ തുടങ്ങാം അല്ലേ? ഓക്കെ, ആരംഭിച്ചട്ടായി അതാ വന്നിരിക്കുന്ന നമ്മുടെ കള്ളക്കാമുകനായിട്ടുള്ള കടയാടി, ഒരു കുടുംബം തകർത്തവൻ. ഓക്കെ, സ്വന്തമായിട്ട് ഒരു ഭാര്യയും 3 മക്കളുണ്ടായിരുന്നിട്ട് അവളെയും തേച്ചൊട്ടിച്ചിട്ട് കണ്ടവളോടെ പോയ കണ്ടം മോയ് ഇതാ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബേക്കറിയിലാണ് നിൽക്കുന്നത്. പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം. ഇനിയിപ്പം നമ്മുടെ കഥാനായികയായിട്ടുള്ള ഷാഹ്ല ഇപ്പം അടുത്തെത്തും. അണ്ണൻ കട്ട പർച്ചേസിങ്. വാ മോളെ മോൾക്ക് ആവശ്യമുള്ള എല്ലാം ഏട്ടായി വാങ്ങിത്തരാം. ഏട്ടായി ഉണ്ട്. അതാ മോള് വന്നിരിക്കുകയാണ്. ഷാഹ്ല മോളെ ഏട്ടൻ്റെ കുറുക്കിൽ പിടിക്കട്ടാ ഏട്ടാ വാങ്ങേട്ടോ ആ ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ്. എന്താ കയറ്. ഒരു പാവപ്പെട്ട ഭർത്താവിനെ ചതിച്ച് വഞ്ചിച്ചും കൊണ്ട് അവൾ മറ്റവൻ്റെ അവിടെ ഇതിന് വന്നിരിക്കുന്നു. കടയാടി മക്കള് അവൾ നിൽക്കുന്നു നോക്ക്. മറ്റവൻ വാങ്ങിച്ചു തള്ളി കൊടുക്കുകയാണ് അണ്ണാക്കിൽ. ട്രൂ ലവ്, പ്രേമം തേനല്ല, മോഹം തേനല്ല, കണ്ണീരും കൈലേസുമല്ല. ഓഹോ ഹേ. നമ്മുടെ മൊബൈൽ കടയിലെ ചേട്ടൻ ഒരു കില്ലാടി തന്നെ. കണ്ടവൻ്റെ ഭാര്യയും വളച്ച് അടിപൊളിയായിട്ട് അവൻ അടിച്ചുകൊണ്ട് പോയി സ്വന്തം ഭാര്യയും പരിവഴിയിലാക്കിയിട്ട് ജീവിക്കുന്നു. അവളാണെങ്കിൽ പറക്കി എടുക്കുന്നത്. ഏട്ടാ എനിക്കിതെല്ലാം വേണം. പാവം ആ കൊച്ചടുത്ത് നിൽക്കുകയാണ്. ആ കൊച്ചിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അവൻ്റെ അച്ഛനിലേക്ക് ഏൽപ്പിക്കുക. എനിക്കതേ പറയാനുള്ളൂ. ഓക്കെ, കണ്ടാ ഏതോ ഒരുത്തൻ വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് എന്താ വാങ്ങിക്കൊടുക്കണം എന്നുള്ള മൂഡിൽ അവൻ മാറി നിൽക്കുകയാണ്. അവക്കും തിരിഞ്ഞൊന്നും നോക്കണില്ല. കൊച്ചവിടെ നിൽക്കുകയാണ്. ഒരു പേരിനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ കൊച്ചിനെ? ഓക്കെ, അതാ നിൽക്കണമൊക്കെ വാങ്ങിച്ച് പറക്കി. നീക്ക് എങ്ങനെയടി നിനക്കൊക്കെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടവൻ്റെ അവിടെ അവരാധിക്കാൻ പോയിട്ട് അവൾ കണവണ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. സത്യം എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഇതുപോലത്തെ സാധനങ്ങളോട്. ഇപ്പോൾ ചിലപ്പം ഭാര്യയും ഭർത്താവൊക്കെ പ്രശ്നങ്ങൾ, അടിയും വഴക്കൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ വേർപിരിഞ്ഞ് നിൽക്കുന്നവരൊക്കെ ചിലപ്പോൾ പോവാറുണ്ട്. ഓക്കെ, അത് നമുക്ക് ആ ഒരു കൺസിഡറേഷൻ ഓക്കെ. പക്ഷെ അല്ലാണ്ട് ഒരു പാവപ്പെട്ട ഒരു ഭർത്താവിനെ ചതിച്ച് വഞ്ചിച്ചുകൊണ്ട് മൂഞ്ചിച്ച് അണ്ണാക്കി കൊടുത്തിട്ട് വല്ലവൻ്റെ അവിടെയും പോയിരിക്കുന്നത്. എന്നിട്ട് അവൾക്ക് ന്യായീകരണം വേറെ. അവളെ സപ്പോർട്ട് ചെയ്യാൻ സുഹൃത്തുക്കളും കസിൻസും എത്തുന്നു. അവൾ ചെയ്തത് തെറ്റാണ്, പക്ഷെ ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു രീതിയിലാണ് സംഭവം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്.
കുറെ കാട്ടമരാതികളുണ്ട് ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇതിനെയൊന്നും സത്യം പറഞ്ഞ സമൂഹം ഇനി അംഗീകരിക്കരുത്. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.